ഉമ്മ മുറ്റത്തേടെങ്കിലും ഇന്ന് പത്രം വായിക്കുകയോ കറിക്കരിയോ ചെയ്യണം. അപ്പൊ ഉപ്പാന്റെ കഥാപാത്രം ഇങ്ങനെ നടന്നു വരും. എന്നിട്ട് ഡയലോഗ് പറയണം. അപ്പക്ക് ഡയലോഗ് ഇല്ല? ഇല്ല. എന്നാ പിന്നെ പട്ടി അഭിനയിക്കൂ. അങ്ങനെ ഞാൻ മാത്രം ഡയലോഗ് ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഡയലോഗ് ഇല്ലാത്ത എന്റെ ഉമ്മച്ചിയെ ഡയലോഗ് ഇല്ലാത്തതോർത്ത് വിഷമിക്കണ്ട. ശക്തമായ കഥാപാത്രമാണ് ഉമ്മാന്റേത്. ഡയലോഗ് ഇല്ലേ ഞാൻ അഭിനയിക്കാനില്ല. എന്തേലും 2 ഡയലോഗ് കൊടുക്കണം ഉമ്മാക്ക്. പണ്ടാരോ എന്തെങ്കിലും തിരങ്ങേക്ക്. അങ്ങനെ വയ്ക്കുവാ ഒരു സംവിധായകന്റെ അവസ്ഥ. അല്ല മോനെ, ഉപ്പ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാലോ സിനിമയില്? ആന്തിരാത് ഈ കഥാപാത്രം അങ്ങനത്തെ ഒരു കഥാപാത്രേ അല്ല. അല്ല, നമ്മളെ ചാമക്കാല അൻവർ ദുബായിന്ന് വന്നപ്പോ നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് കൊണ്ട് തന്നില്ലേ? 4 ആള് കാണുമ്പോ ഒരു ഗമയിക്കണം. അങ്ങനാണെങ്കിൽ ഞാൻ ഈ നൈറ്റും തട്ടും ഒന്നും ഇടൂല. ജീൻസും ടോപ്പും തന്നെ അഭിനയിക്കാൻ. നിങ്ങൾ മാത്രം അങ്ങനെ പവറാക്കിയാ പറ്റൂല. എനിക്കെല്ലാം കൂടി അങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മര്യാദക്കാന്നേ രണ്ടാൾക്ക് അഭിനയിക്കാം. ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. ഞാൻ ഇതിന്റെ സംവിധായകനാ. ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റുന്ന മാത്രമേ അഭിനയിച്ചാ മതി. സോറി സംവിധായക, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉമ്മ വാ. മോനെ എവിടുന്നാണ്? ഉപ്പ ഈ സൈഡിലൂടെ പമ്മി പമ്മി നടന്ന് ഉമ്മാന്റെ അടുത്തേക്ക് വരണം. എന്നിട്ടും ഡയലോഗ് പറയണം. എന്താണ്? ഹേ സ്ത്രീ, നിന്റെ വഞ്ചനയുടെ പുഞ്ചിരിയിൽ ഞാൻ അഞ്ചിതനായി. നിന്റെ ചതിപ്പുഴയുടെ ചുഴിയിൽ ഞാൻ ചൂഴ്ന്നുപോയി. നിനക്കുള്ള എന്റെ സമ്മാനം നിന്റെ മരണം. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ കൊല്ലുകയാണ്. നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. ഇത്രയും ഡയലോഗ് ഇപ്പൊ പറയണം. അല്ല, ഇതൊക്കെ ഞാൻ തന്നെ പറയണോ? എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലത്. ഒരു സംവിധായകൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. അപ്പൊ എന്റെ കഥാപാത്രോ? നിന്റെ കഥാപാത്രമാണ് ടിസ്റ്റ് കൊണ്ടുവരുന്നത്. എന്തോ തിന്നാൻ കൊണ്ടുവരവള്? അത് ഞങ്ങൾ സിനിമാക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വാക്ക്. അപ്പൊ നമുക്ക് ഈ സീൻ എടുക്കാം. ഞാനൊന്ന് പഠിച്ചാൽ പഠിക്കും. ഏയ് സ്ത്രീ. അല്ല മോനെ, ഇതിപ്പോ നാടകത്തിലെ പോലെ ഒരാൾ സൈഡിൽ നിന്ന് പറഞ്ഞു തരൂലേ? ഓ, പ്രോംപ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കി. മോളെ പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഉപ്പ നടന്നു വന്നിട്ട് ഡയലോഗ് ഒന്ന് എടുത്തു നോക്കാം. ഉമ്മച്ചി അങ്ങോട്ടേക്ക് ക്യാമറ റെഡിയാണ്. സോറി, ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. അല്ല, ഞാൻ എപ്പോഴാ ഡയലോഗ് പറയണേ? അത് അടുത്ത സീനില്ല. അല്ല, ഉപ്പെന്നെ കൊല്ലുന്ന് പറയുമ്പോ ഞാൻ തിരിച്ചിട്ട് അന്റെ മൂത്താപ്പം വന്നാലും ഞമ്മളൊരു ചുക്കും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാലോ? ഉമ്മ പ്ലീസ് ഒന്ന് മിണ്ടാണ്ട് ഈ സീൻ എങ്ങനെങ്കിലും ഒന്ന് എടുത്ത് തീർക്കട്ടെ. അത് ഈ സീൻ നോക്കാം. ഉമ്മച്ചയുടെ കുതിരിക്ക്. അല്ല, ഞാൻ വേറൊരു ഡയലോഗ് കൂടെ മിണ്ടാണ്ട് ഇതൊന്ന് എടുത്ത് തീർത്തോട്ടെ. നോക്കാം. നിങ്ങൾ എങ്ങനെങ്കിലും വെക്ക്. ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോ ഉപ്പ പതുങ്ങി പതുങ്ങി പോണം. ഓക്കെ അല്ലേ? ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോ നിങ്ങൾ മിണ്ടാണ്ടിക്ക്. പ്രോംപ്റ്റിംഗ് ഓക്കെ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. റോളിംഗ് ആക്ഷൻ. ഹേയ് സ്ത്രീ. ഏയ് പാത്തു. അല്ല, ഏയ് സ്ത്രീ, നിന്റെ വഞ്ചനയുടെ പുഞ്ചിരി. വഞ്ചനയുടെ അഞ്ജനയിൽ എന്തെന്നാണ് ഇപ്പൊ ഡയലോഗ് തെറ്റിക്കല്ലേ? ഒറ്റ പ്രാവശ്യം. ഒറ്റ പ്രാവശ്യം. ഓക്കെ, പമ്മി 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 ആക്ഷൻ. ഹേയ് സ്ത്രീ. ഏയ് സ്ത്രീ, നിന്റെ വഞ്ചനയുടെ പുഞ്ചിരിയിൽ ഞാൻ അഞ്ചിതനായി. ഞാൻ ഇഞ്ചിതനായി പോയി. ഇത് ഇന്നസെന്റ് അരി വർക്കിയ പോലെ ആവുന്ന തോന്നുന്നേ. എന്റെ ഉപ്പച്ചകള് ഡയലോഗ് തെറ്റിക്കണ്ട് മര്യാദ പറയ്. മോനെ, ആ ഡയലോഗ് ഇക്ക് കൊണ്ട് ഞാൻ മണി 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 പോലെ പറയാ. ഇങ്ങനെ അഭിനയിക്കാൻ പറ്റാത്തോലപ്പുറം ഞാൻ അഭിനയിക്കൂല കേട്ടോ. മോഹൻലാലിനോ മമ്മൂട്ടിനോ വിളിക്ക്. ഒന്നും മിണ്ടാണ്ടിരിക്കോ രണ്ടാളും കൂടി. ബ്രേക്ക്. അഞ്ചിന് പോലെ ബ്രേക്ക് ഇട്ടേ. വിശ്രമ സമയം, ഇടവേള, അതാണ് ബ്രേക്ക്. അപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഉണ്ട്, സിനിമ കാണുമ്പോഴൊക്കെ ഇടവേളയാണ്. ബ്രേക്ക്. ഒന്നുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുങ്ങള്. ഞാൻ പഠിക്കാം.
തെറ്റുകൾ എന്റെ ശരികളായേക്കാം, എന്റെ ശരികൾ എന്റെ തെറ്റുകളുമായേക്കാം. എന്റെ തെറ്റുകൾ എന്റെ തെറ്റു ശരികളായേക്കാം, എന്റെ ശരികൾ തെറ്റുകളായേക്കാം. അടുത്ത ഡയലോഗ്. നിന്റെ ബാക്കിയാകുന്ന ജന്മം അന്റെ ബാക്കിയാകുന്ന ജന്മം മുഴുവനും, അന്റെ ബാക്കിയാകുന്ന ജന്മം മുഴുവനും. എന്റെ ഉമ്മച്ചി മലയാളത്തിൽ പറയുന്നത് മലയാളത്തിലാണ്, പിന്നെ ഞാൻ അറബിക്കില്ല പറയണേ. അന്റെ ജന്മത്തിലെല്ലാം തെറ്റുകളാകുന്ന പായ്ക്കപ്പലോ ഷൂട്ടിംഗ് കഴിഞ്ഞാ. ഞാൻ അങ്ങനെ പെടഞ്ഞൊക്കെ ചത്തേ. ശരിക്കും കുത്തിന്ന് ഞാനാ ശരിക്കും ചത്ത്. നിങ്ങളൊന്ന് ചത്ത കാണിക്കാൻ എങ്ങനെ ഞാൻ കാണിച്ചു നോക്കിയോ? വേണ്ട, ഉപ്പനെ കൊല്ലും, ഉപ്പനെ കൊല്ലും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എല്ലാം പോയി. എന്തെത്തണ്ട എന്റെ മുഖത്തൊരു മൗനോ എന്തോ പോയി അണ്ണാനെ പോലെ ഉണ്ടല്ലോ. അല്ല, ഇനി കൊരങ്ങ പനി എന്തെങ്കിലും ആണോ? ആ ഷോർട്ട് ഫിലിമിന്റെ റിസൾട്ട് വന്നു. എന്റെ ഫിലിം ആദ്യ റൗണ്ടിൽ തന്നെ ആ കയറ്റാ തന്നെ വേണടാ. നിന്റെ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടിയത്. പോട്ടെ മോനെ, ഈ അവാർഡ് കമ്മിറ്റി പറഞ്ഞാൽ ആകെ അഴിമതിന്റെ അയ്യാറിട്ട് കളി. അതൊന്നും അല്ലമ്മ, ഉപ്പ പറഞ്ഞ അതിന്റെ ശരി. കോപ്പി അടിച്ച് സിനിമയായിട്ട് ഒരു കാര്യമില്ല. DVD കണ്ണും നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വേണം നോക്കാൻ. കറക്റ്റ്. ഇപ്പൊ പറഞ്ഞതിന് നമ്മളൊരു സല്യൂട്ട്. ഇപ്പൊ ചെയ്തതിന് അവാർഡോ സമ്മാനം കിട്ടാത്തതിൽ ഈ വിഷമിക്കണ്ട. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. അന്റെ ഈ തിരിച്ചറിവാണ് ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ അവാർഡും. എന്റെ അടുത്ത ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞുപ്പാ. DVD കോപ്പി അടിക്കുന്നില്ല, പകരം മനുഷ്യ ജീവിതങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഞാൻ എന്റെ നിരീക്ഷണം മാറ്റും. ഓരോ മനുഷ്യനും ഒരുപാട് കഥകളുണ്ട്. ഓരോ ദിവസങ്ങളിലും ഒരുപാട് കഥകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. എന്തിന് നമ്മൾ ഈ വീട്ടിൽ തന്നെ എത്ര സിനിമയ്ക്കുള്ള കഥയുണ്ട്. വിലക്കയറ്റം, ശ്രീപീഠം, ഇറാഖിലെ പലസ്തീനുകളുടെ അവസ്ഥ, ചുറ്റും കഥകളാണ്. അത് കണ്ടെത്തി നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതിലാണ് കാര്യം. ഇപ്പോഴാണ് മോനേജി ഒരു നല്ല കലാകാരനായത്. സന്തോഷായി. അന്റെ നല്ല നല്ല സിനിമകൾ കാണാൻ ജനങ്ങൾ കാത്തിരിക്കണ കാലം വരും. എന്തായാലും മോളെ അതിന്റെ അവസാനം പറയണേ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് സംവിധായക. നിങ്ങളാണ് MIT മൂസ? വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത സമാധാനം കണ്ടാലൊരു നീങ്ങുന്ന മൂസാന്റെ ചോദിച്ചില്ലല്ലോ, ഞാൻ പോയി പാടിയേനു. പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരൻ. അയ്യോ വെറും പാവം ഇവനെല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, വല്ലാത്ത പക എന്റെ കൂടെ കളികാലം. നെറ്റിലുള്ള ആണുങ്ങളും മീമനിങ്ങനെ ഉപഗ്രഹം ചുറ്റണമായിരുന്നു. മീൻ കച്ചവടമൊക്കെ നിർത്തിയിട്ട് പിരിവിന് പോയാൽ മതി. നോട്ടുമാല കോർക്കണമാരി കോർത്തിട്ട് എന്റെ കഴുത്തിൽ കങ്ങിട്ട് നോക്കി. നമ്മളോട് ഇച്ചാതി മതില്ലേ? അരവയർ നിറക്കാൻ കുടുകുടു ശകടം ആരെങ്കിലും ഒന്ന് വാരി തന്ന പുട്ടും തിന്നേ. അവൻ കേൾക്കാത്ത പഴിയൊന്നും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ, 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 MIT മൂസ. കയ്യും കാലും വെട്ടി നാട്ടിൽ വീട്ടിൽ കൊടുക്കും.